Hello, Namaskaram. Welcome to Reshmahappyland. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ബീഫ് പെരളനും അതിന്റെ കൂട്ടത്തിൽ തന്നെ ഒരു കിഴി പൊറോട്ടയുടെ റെസിപ്പി ആയിട്ടാണ്. റെസിപ്പി ആയിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് ബീഫ് പെരളനാണ്. എങ്കിലും ബീഫിന് എപ്പോഴും കോമ്പിനേഷൻ നമ്മുടെ മലയാളികളുടെ വികാരമായ പൊറോട്ട തന്നെയാണല്ലോ. അപ്പോൾ അതും കൂടി കാണിക്കുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിന് മുന്നേ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനോട് കൊടുക്കാനായിട്ട് മറന്നു പോവല്ലേ. ബീഫ് പെരളൻ ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുക്കുന്നത്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ വിനെഗറും ചേർത്ത് കുക്ക് ചെയ്യാനായിട്ട് വയ്ക്കാം. അതുപോലെ തന്നെ ഇതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല. പിന്നെ ഇത് കുക്കാവാനായിട്ട് ഒരു 6 വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. ബീഫ് കുക്കാവുന്ന സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കാം. അപ്പോൾ അതിനായിട്ടൊരു ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ആഡ് ചെയ്യുന്നത്. വെളിച്ചെണ്ണ ആവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കുമല്ലോ. ഇനി എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം തേങ്ങാക്കൊത്താണ് ആദ്യം ചേർക്കേണ്ടത്. പക്ഷെ എൻ്റെ കയ്യിൽ ഇല്ലാത്ത കാരണം ഞാനത് കാണിക്കുന്നില്ല കേട്ടോ. ഇനി കടുകും വറ്റൽമുളകും ഇട്ട് കൊടുക്കാം. കടുകൊക്കെ നന്നായിട്ട് പൊട്ടിയ ശേഷം സവോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 7 മീഡിയം സൈസ് സവോളയാണ് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. പിന്നെ സവാളയുടെ കൂടെ തന്നെ ഞാനൊരു 20 കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് നിങ്ങൾക്ക് കൊച്ചുള്ളി മാത്രം വെച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. ഇനി ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കാം. അപ്പോൾ എത്രത്തോളം നന്നായിട്ട് നമുക്ക് ഈ സവാളയൊക്കെ വഴന്ന് കിട്ടുന്നോ അത്രത്തോളം തന്നെ കറിക്ക് നല്ല കളറും ഉണ്ടാവും. ഇനി സവാളയൊന്ന് നന്നായിട്ട് വഴന്ന ശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് 2 ടേബിൾ സ്പൂൺ വീതം ഉണ്ട്. ഇനി ഈ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറണം. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസാല ആഡ് ചെയ്യാം. ആദ്യം തന്നെ മസാല ഒന്ന് മൂപ്പിച്ചെടുക്കാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതേപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മൂപ്പിക്കാനായിട്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോവും. അതുപോലെ തന്നെ മസാലയുടെ എല്ലാം പച്ചമണം മാറുകയും വേണം. ഇനി മൂപ്പിച്ചെടുത്ത മസാല നമുക്ക് സവോളയിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ സവോളയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു 2 മിനിറ്റെങ്കിലും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ എല്ലാം കളറൊന്ന് മാറി വരുമ്പോൾ നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന ബീഫ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ബീഫ് ഒന്ന് വേവാനായിട്ട് 6 വിസിലെടുത്തിട്ടുണ്ട്. ഇനി ഒരു 7 മിനിറ്റെങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് ബീഫിലോട്ട് പിടിച്ച ശേഷം ഇനി ചേർക്കേണ്ടത് ബീഫിൻ്റെ സ്റ്റോക്കാണ്.
ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം ഒരു 20 മിനിറ്റ് നമുക്ക് ഒന്നുകൂടി അതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. അപ്പോൾ ഇനിയും കുറച്ചും കൂടി ഒന്ന് വറ്റണം. നമുക്കൊട്ടും ഗ്രേവിയുടെ ആവശ്യമില്ല, നന്നായിട്ടൊന്ന് പെരണ്ട് വരെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് വറ്റി കിട്ടണം. അപ്പോൾ അതൊന്നുകൂടി വറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചേക്കാണ്. പിന്നെ ഉപ്പ് കുറച്ച് കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഒന്ന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറൊന്നുമല്ല, ഏലക്ക, പട്ട, ഗ്രാമ്പൂ, ബേ ലീഫ്, തക്കോലം, പെരുംജീരകം ഇതെല്ലാം കൂടി പൊടിച്ചതാണ്. അതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഞാനിവിടെ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതും കൂടി ചേർത്തിട്ട് ഒന്ന് പുരട്ടിയെടുക്കുക. അപ്പോൾ ഗ്രേവിയുടെ ആവശ്യമില്ല, ഗ്രേവി ഉണ്ടെന്നുണ്ടെങ്കിൽ വറ്റിച്ചെടുത്താൽ മതി. പിന്നെ തേങ്ങാക്കൊത്തും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്ത കാരണമാണ് ഞാൻ ചേർക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾ എന്തായാലും വെക്കുമ്പോൾ അതുകൂടെ ചേർത്ത് തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കുക. അപ്പോൾ ഏകദേശം ഗ്രേവി എല്ലാം വറ്റി നന്നായിട്ട് പെരണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് പെരളൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് കിഴിപ്പറോട്ട ഉണ്ടാക്കാം. ഇതിനായിട്ടൊരു വാഴയില വാട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഫസ്റ്റ് നമുക്ക് ഒരു പൊറോട്ട വെച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ബീഫ് വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് ഒരു പച്ചമുളകും കുറച്ച് സവാളയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. അതും ഇതുപോലെ തന്നെ ആദ്യം കുറച്ച് ഗ്രേവി വയ്ക്കുക. എന്നിട്ട് സവാള, പച്ചമുളക്, പിന്നെ ഞാൻ കുറച്ച് തക്കാളിയും കൂടെ വെക്കുന്നുണ്ട്. ഇനി പൊറോട്ടയ്ക്ക് ചുറ്റുമായിട്ട് ബീഫ് വെച്ച് കൊടുക്കാം. ഇനി ഇതൊന്ന് മടക്കി ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാൻ ഇലയുടെ അടിയിലായിട്ട് അലൂമിനിയം ഫോയിലാണ് വെച്ചേക്കുന്നത്. അപ്പോൾ എനിക്ക് ഇല സെപ്പറേറ്റ് വേറെ കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ താഴെ വെക്കാനും ഇല കിട്ടുമെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അപ്പോൾ കിഴി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയെടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ചാൽ മതി. അങ്ങനെ നമ്മുടെ കിഴി പൊറോട്ടയും റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണിത് തുറക്കുമ്പോൾ തന്നെ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ബീഫിൻ്റെ വെറൈറ്റി ഒക്കെ വെക്കുന്ന സമയത്ത് പൊറോട്ടയും കൂടെയൊക്കെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലെന്നുണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കുന്ന സമയത്തായാലും വാഴയിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ കിഴി പൊറോട്ട ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. നല്ല ടേസ്റ്റാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.